നല്ല രുചിയുള്ള ഒരു ചക്ക വേവിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ. ഞാൻ ഒരു ചക്ക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കീന്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തേങ്ങ ആയിരുന്നു. നമുക്ക് ആദ്യം അത് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പ് ചുവന്നുള്ളിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു പിടി കാന്താരി മുളകും, എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളകും കൂടി ഇട്ടു. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത് നമുക്ക് ജീരകവും തേങ്ങയും അരച്ച് അതിലെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ബാക്കിയിരിക്കുന്ന തേങ്ങയും ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഈ തേങ്ങയുടെ കൂട്ടിലോട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ അരപ്പ് തയ്യാറാക്കുന്ന വിധമാണ് പറഞ്ഞു തന്നത്. ഇത് അരകല്ലിലാണ്, ഇത് ഒന്നിച്ച് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ അല്ലാതെ ഒന്നിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നവരും ഉണ്ടാവും. പക്ഷേ ഇതുപോലെ ജീരകമൊക്കെ നല്ലതുപോലെ അരഞ്ഞു വരുമ്പോഴാണ് അതിന് രുചി കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒതുക്കിയെടുത്ത തേങ്ങയുടെ അരപ്പ് നമുക്ക് ഈ ചക്കച്ചുള അഗ്നിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കൂടി ഒന്ന് കഴുകി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല പാകത്തിനുള്ള അടപ്പ് വെച്ച് അടച്ച് അത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ട് ഒരു തവിയോ വല്ലതും വെച്ച് അതിനടിയിൽ വെള്ളം വറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കും. നല്ലതുപോലെ വെന്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഒരു തവി വെച്ച് നല്ലതുപോലെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കി കുഴച്ചെടുക്കണം. നല്ല രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.